വിശദമായ റിപ്പോർട്ടുകളിലേക്ക്. തോഷഖാന കേസിൽ പാകിസ്ഥാൻ മുൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാനെ അറസ്റ്റ് ചെയ്യുവാൻ നീക്കം. ഇമ്രാൻഖാന്റെ വസതിക്ക് സമീപം പോലീസും PTI പ്രവർത്തകരും തമ്മിൽ ഏറ്റുമുട്ടലുണ്ടായി. പ്രവർത്തകരോട് സംഘടിക്കുവാൻ ഇമ്രാൻഖാൻ ആഹ്വാനം ചെയ്തു. വിശദാംശങ്ങളുമായി ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും ആൻസില റിച്ചൽ സണ്ണി ചേർന്നുണ്ട്. ആൻസില, നിലവിൽ എന്താണ് അവിടുത്തെ ഒരു സാഹചര്യം? ഒപ്പം തന്നെ ഇമ്രാൻഖാന്റെ വീഡിയോ പുറത്തു വന്നിട്ടുണ്ട്. അദ്ദേഹം എന്താണ് പ്രധാനമായിട്ടും പ്രവർത്തകരോട് ആഹ്വാനം ചെയ്യുന്നത്? ഇന്നലെ തന്നെ ഇമ്രാൻഖാനെ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കവുമായി പോലീസ് ലാഹോറിൽ എത്തിച്ചേർന്നിട്ടുണ്ടായിരുന്നു. ഇതിലെടുത്ത് പറയേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്, പോലീസ് അവിടെ എത്തിച്ചേർന്നത് ഹെലികോപ്റ്റർ മാർഗത്തിലൂടെയാണ് അവിടെ എത്തിച്ചേർന്നിട്ടുണ്ടായിരുന്നത്. അതോടൊപ്പം തന്നെ ഇന്നലെ വൈകിട്ട് തന്നെ അവർ പ്രസ്താവന പറഞ്ഞിട്ടുണ്ടായിരുന്നു. 24 മണിക്കൂറിനുള്ളിൽ ഇമ്രാൻഖാനെ അറസ്റ്റ് ചെയ്യുമെന്ന രീതിയിൽ പോലീസ് പ്രസ്താവനയും പുറത്തിറക്കിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷമാണ് ഇന്ന് വൈകിട്ട് ഇമ്രാൻഖാനെ അറസ്റ്റ് ചെയ്യാനായി ഇമ്രാൻഖാന്റെ വസതിക്ക് സമീപം പോലീസ് എത്തിയിട്ടുണ്ടായിരുന്നത്. അതോടൊപ്പം തന്നെ അവിടെ പെട്ടെന്ന് തന്നെ ഇമ്രാൻഖാന്റെ വസതിക്ക് സമീപം PTI പ്രവർത്തകർ തടിച്ചുകൂടുകയും പോലീസിനെതിരെ വലിയ രീതിയിലുള്ള പ്രതിരോധം അവർ തീർക്കുകയുമായിരുന്നു. ഇതിനിടയിലാണ് ഇവർ തമ്മിൽ വലിയ രീതിയിലുള്ളൊരു സംഘർഷം അവിടെ ഉടലെടുത്തിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം പ്രവർത്തകർ പോലീസിന് നേരെ കല്ലേറ് നടത്തുകയുണ്ടായിരുന്നു. ഈ പ്രവർത്തകരെ പിരിച്ചുവിടാനായിട്ട് പോലീസ് ജലപീരങ്കി പ്രയോഗിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇസ്ലാമാബാദ് DIGയുടെ നേതൃത്വത്തിലായിരുന്നു പോലീസ് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നത്. ഇതിൽ ഈ സംഘർഷത്തിൽ ഇസ്ലാമാബാദ് DIGക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ വരും മണിക്കൂറിൽ ഏത് നിമിഷം വേണേലും ഇമ്രാൻഖാനെ അറസ്റ്റ് ചെയ്യും എന്ന രീതിയിൽ തന്നെയാണ് പോലീസ് ഇപ്പോൾ നിൽക്കുന്നത്. അതോടൊപ്പം തന്നെ ഇന്നലെ വൈകുന്നേരത്തോടു കൂടെ തന്നെ ഷൂട്ട് ചെയ്തൊരു വീഡിയോ ഇമ്രാൻഖാൻ ഇന്ന് പുറത്തുവിടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ലാഹോറിലെ തൻ്റെ വസതിയിലിരുന്നാണ് അദ്ദേഹം ആ വീഡിയോ ഷൂട്ട് ചെയ്തതെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അദ്ദേഹം അതിൽ പറഞ്ഞിരിക്കുന്നത് തൻ്റെ പ്രവർത്തകരോട് സംഘടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. പ്രവർത്തകരോട് സംഘടിക്കാനും തനിക്കെതിരെയുള്ള ഈ ഒരു നീക്കത്തിനെതിരെ ശക്തമായ പ്രക്ഷോഭം തന്നെ നടപ്പിലാക്കാനുമാണ് അദ്ദേഹം ആഹ്വാനം ചെയ്തിരിക്കുന്നത്. ഈ ആഹ്വാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇമ്രാൻഖാന്റെ വസതിക്ക് സമീപം പ്രവർത്തകർ വലിയ രീതിയിലുള്ള പ്രതിഷേധവുമായി എത്തിയിട്ടുണ്ടായിരുന്നത്. ഇന്നലെയും ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു റാലി, ഇമ്രാൻഖാന് അനുകൂലം പ്രഖ്യാപിച്ചുകൊണ്ട് വലിയ രീതിയിലുള്ള ഒരു റാലി ലാഹോറിൽ നടത്തിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷമാണ് ഇന്ന് അറസ്റ്റ് ചെയ്യാൻ വന്ന പോലീസുകാർക്കെതിരെ വലിയ രീതിയിലുള്ള ഒരു സംഘർഷാവസ്ഥ അവിടെ ഉടലെടുത്തിരിക്കുന്നത്. വ്യക്തമാണ്. തോഷഖാന കേസിൽ പാകിസ്ഥാൻ മുൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാനെ അറസ്റ്റ് ചെയ്യുവാനുള്ള നീക്കമാണ്. ഇമ്രാൻഖാന്റെ വസതിക്ക് സമീപം പോലീസും PTI പ്രവർത്തകരും തമ്മിൽ ഏറ്റുമുട്ടി. പ്രവർത്തകർ പോലീസിന് നേരെ കല്ലെറിയുകയും തുടർന്ന് പോലീസ് പ്രവർത്തകർക്ക് നേരെ ജലപീരങ്കി പ്രയോഗിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങളെത്തുകയും പ്രവർത്തകരോട് സംഘടിക്കണമെന്നും വലിയ രീതിയിലുള്ള പ്രക്ഷോഭങ്ങൾക്കും ഇമ്രാൻഖാൻ ആഹ്വാനം ചെയ്തിട്ടുണ്ട് എന്ന വിശദാംശങ്ങളാണ് ആൻസില നൽകിയത്.